ഹലോ, ഇന്ന് നമുക്ക് നുറുക്കുഗോതമ്പ് കൊണ്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നുറുക്കുഗോതമ്പ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഗസ്റ്റുകളൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ ഹർഷീസ് വേൾഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന് കൂടി മറക്കാണ്ട് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതാ ഞാനിവിടെ 3 കപ്പ് നുറുക്കുഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതാ ഞാനിവിടെ ഏകദേശം ഒരു 3-4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ശർക്കര മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു 5 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഇത് മെൽട്ടായിട്ട് വരുന്നുണ്ട്. ശർക്കര പാനീയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നുറുക്കുഗോതമ്പ് ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നുറുക്കുഗോതമ്പ് നേരത്തെ കുതിരാൻ വെച്ചത് ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് ഡ്രൈൻ ചെയ്തെടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനീയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയുള്ളത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.